മാറ്റൂർ പഞ്ചായത്തിൻ്റെയും 11-ാം വാർഡ് മെമ്പറുടെയും ശ്രമമായിട്ടും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അസറ്റ് ഉപയോഗിച്ച് ആ ഷട്ടർ നന്നാക്കിയത് കാരണമാണ് ഈ പാടത്തൊക്കെ വെള്ളം അമിതമായി കയറാത്തത്. മറ്റെന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഷട്ടറില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ നിൽക്കുന്ന ഈ കനാലിൻ്റെ മേലെ വരെ വെള്ളം എത്തേണ്ടതാണ്. ഇന്ന് കനാലിൻ്റെ അളവ് നോക്കുമ്പോൾ ഏകദേശം ഇപ്പോൾ നിൽക്കുന്ന വെള്ളത്തിൻ്റെ ലെവലുകൾ കണ്ടില്ലേ, ഏകദേശം ഒരു 6 അടി കണ്ട് വെള്ളം പോയിട്ട് ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞതാണ്. ആ ഷട്ടറില്ലെങ്കിൽ ഞങ്ങൾ നിൽക്കുന്ന പ്രദേശമൊക്കെ വെള്ളം വന്ന് മൂടിയിട്ടുണ്ടാവും. ആ ഷട്ടർ കാരനാണ് തടഞ്ഞെടുത്തത്. മൂഴിക്കത്തോട് ഷട്ടർ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിട്ടാണ് ഞങ്ങൾ ജനങ്ങളോട് ചോദിച്ചപ്പോഴും കർഷകരോട് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ വിവരണം. ഏതായാലും പഞ്ചായത്തിനും വാർഡ് മെമ്പർക്കും 1000 അഭിനന്ദനങ്ങൾ. നമ്മൾ മൂഴിക്കത്തോട് ഷട്ടറിൻ്റെ മേളിലപ്പോൾ നിൽക്കുന്നത്, ഇതിൻ്റെ ഈ ഒരു ഷീറ്റിട്ട് ഇത് മഴയും വെയിലും കൊള്ളാനുണ്ടെങ്കിൽ ഇത് കാര്യമുള്ളൂ. മറ്റത് മഴ കൊണ്ട് റസ്റ്റ് പിടിച്ച് ഇത് വർക്കിങ് ശരിക്കാവില്ല, ഷട്ടർ താകും പൊന്തും ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷന് പ്രത്യേകിച്ച് ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ നാട്ടുകാരോ കണ്ടെത്തണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഈ സൈഡ് കൊടുത്തുള്ള ഈ ബാരിക്കേഡും അതേമാതിരി തന്നെ ഇതൊന്നും നനയരുത്. ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഷട്ടർ പൊന്തിക്കുന്ന സമയത്ത് ഈ റാഡ് പൊന്തി കുറേ മേൽക്ക് പോകും. അപ്പോൾ ഷീറ്റ് ഏറ്റവും ഹൈറ്റിക്ക് പോകും. അപ്പോൾ ശീതം വന്ന് നനയാൻ സാധ്യതയുണ്ട്. ഇതിന് മാത്രം സ്ലീവ് ഇടുക. സ്ലീവ് ഇട്ടിട്ട് ഈ ഗീറും അടക്കം കവറിൽ ഷീറ്റ് ഇട്ടതിന് ശേഷം അതിൻ്റെ ലെവലിൽ പൊക്കി ഉണ്ടാക്കുക. ഈ ഷീറ്റിന് കവിഞ്ഞ് പോകണം ഈ സ്ലീവ്, എന്നാലേ കാര്യം ഉണ്ടാവുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് ഗ്രീസ് ഇടണം. അപ്പോൾ അവിടെ ഒരെണ്ണത്തിൻ്റെ ഗ്രീസിൻ്റെ ഈ ഇടുന്ന ഹോളിൻ്റെ സാധനം അവിടെ മിസ്സായിക്കണ്. ഗ്രീസില്ലാതെ ഒരിക്കലും ഇത് താഴ്ത്തിക്കാനും പൊന്തിക്കാനും പറ്റില്ല. ഇത് ഒരു മാനുവലായിട്ട് പൊന്തിക്കുന്ന സിസ്റ്റമാണല്ലോ, മറ്റുള്ളിടത്തായാലും മോട്ടറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നാട്ടുകാർ ഷീറ്റിൻ്റെ കാര്യത്തെപ്പറ്റി ബന്ധപ്പെട്ട അധികാരികളോ നാട്ടുകാരെ ശ്രദ്ധിക്കണമെന്ന് ദയവായി പറയുന്നു. മറ്റേ റോഡിങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇവിടെ കാഴ്ചക്കാർ കാണാനുള്ള ഇവിടെ മിക്കവാറും ആളുകളുടെ ഈ ആണിത്തോണി എന്ന് പറഞ്ഞ ഈ തോട് കണ്ടിട്ടുണ്ടാവില്ല. ഇവിടെ മൂഴിക്കത്തോടിൻ്റെ BCBക്ക് ശേഷമുള്ള നേരത്തെ ഉണ്ടാക്കിയൊരു ആണിത്തോടാണ്. ഇത് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയത് ചെറിയ ആണിത്തോണി തോടാണ്. ഈ 2024 വന്ന വെള്ളപ്പൊക്കം കാരണം ഷട്ടർ ഇല്ലായിരുന്നെങ്കിൽ ഈ പ്രദേശം തെക്കേപ്പാടം ഭാഗം കംപ്ലീറ്റ് കൃഷി മുഴുവൻ നശിക്കുമായിരുന്നു. ഇന്ന് ഇപ്പോൾ പുഴയും പാടം തമ്മിൽ ഏകദേശം ഒരു 6 അടിക്ക് മേലെ വെള്ളം വ്യത്യാസമുണ്ട്. അത് അത്രയും ഭാഗം ഷട്ടർ താങ്ങി നിർത്തിക്കുകയാണ്. ഇത് കർഷകർക്ക് മറ്റവർക്ക് വളരെയധികം ഉപകാരമാണ്. ഇത് കരിമ്പുകളാണ്. പക്ഷിയുണ്ടല്ലേ ഷുഗർ പ്രശ്നം ഉണ്ടാക്കില്ല. ഇത്രമാതിരി വെള്ളം വേണം. തക്ക രീതിയിൽ വെള്ളമാവും.